നമ്മുടെ വാർഡ്രോബിലെ തുണികൾക്ക് നല്ല സ്മെല്ലോടുകൂടി കുറെ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരാം. അതും ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല വാർഡ്രോബ് സെന്റ് ബൂസ്റ്ററിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ കുറച്ച് എപ്സം സോൾട്ട് ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആമസോണിൽ നിന്ന് ഭയങ്കര ഒത്തിരി പൈസയൊന്നും ഇല്ലാണ്ട് കിട്ടുന്ന സാധനം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞാൽ റോസ്മേരി ഓയിലും പിന്നെ സീഡാർവുഡ് ഓയിലുമാണ്. നിങ്ങൾക്ക് ലാവൻഡർ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ തുണികൾ എന്നും നല്ല ഫ്രഷും നല്ല സ്മെല്ലുമായിട്ടും ഇരിക്കും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് എപ്സം സോൾട്ട്, യൂഷ്വലി ഞാൻ ഇത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അളന്നായിരുന്നു എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അളന്നൊന്നും എടുക്കാറില്ല. ഇത് 1 kgയുടെ പാക്കറ്റാണ്. അപ്പൊ ഏകദേശം ഒരു 1/2 kg ഞാനിപ്പം ഒരു സിപ്ലോ കവറിലേക്കാണ് കേട്ടോ ഇടുന്നത്. ഇത് മിക്സ് ചെയ്യാൻ 1/2 kg ഞാൻ എന്താ ഇതിലേക്ക് ഇട്ടു. ഇതിൻ്റെ അകത്തേക്ക് ഞാനിനി എനിക്ക് ആവശ്യമായ എസെൻഷ്യൽ ഓയിൽ ഞാൻ എടുത്തിരിക്കുന്ന സീഡാർവുഡിൻ്റെ ഒരു 2-3 ഡ്രോപ്പേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ഇത് അതിൻ്റെ ആവശ്യമുള്ളൂ. സീഡാർവുഡ് ഓയിൽ ശരിക്കും പറയാൻ നമ്മുടെ ഇൻഡോറിലൊക്കെ നല്ല സ്മെല്ല്, നല്ലൊരു സെൻ ബൂസ്റ്ററാണ്. ഇത് വെച്ച് നമുക്ക് വേറെയും കുറേ ഇൻഡോർ സെൻ ബൂസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ റോസ്മേരി ഓയിലാണ്. ഇത് ആക്ച്വലി ഞാൻ തലയിൽ തേക്കുന്ന ഓയിലാണ്. ഇത് യൂസ് ചെയ്യാനും ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് കൊണ്ടും ഇത് എടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഈ എപ്സം സോൾട്ടിലേക്ക് ഈ ഓയിലൊക്കെ നന്നായി പിടിക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സിപ്പ് ബാഗിലെ എല്ലാ എയറും ഞാനിപ്പോൾ പുറത്തേക്ക് കളഞ്ഞിട്ടാണ് കേട്ടോ ഈ സിപ്പ് കവർ ലോക്ക് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ 2 കപ്പ് എപ്സം സോൾട്ട് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു 1/4 കപ്പ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 1/2 kg എടുത്തുകൊണ്ട് എൻ്റെ ഒരു അളവിൽ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുന്നു. ബേക്കിംഗ് സോഡ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാർഡ്രോബിലെ ഈ എയറും മോയ്സ്ചറൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ബേക്കിംഗ് സോഡ സഹായിക്കും. കുറച്ച് എയർ ഇട്ടിട്ടാണ് കേട്ടോ ഇത്തവണ, കാരണം അപ്പം എല്ലായിടത്തേക്കും അത് കറക്റ്റായിട്ട് ചെല്ലും ബേക്കിംഗ് സോഡയും. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് വീഡിയോ ഒത്തിരി ലെങ്തിലേക്ക് പോകണ്ട. അതുകൊണ്ട് അതിനുശേഷം ഇത് നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലത്തെ ഓർഗൻസ ബാഗുകളില്ലേ, ഇതൊക്കെ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാ. ഇതിലേക്ക് കുറച്ചിടുക, ടൈറ്റ് ആക്കുക. നമ്മുടെ ഹാങ്ങേഴ്സ് ഇല്ലേ വാർഡ്രോബിലെ, അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് കുറച്ചൊരു 3-4 ഉണ്ടാക്കിയിട്ട് അങ്ങിങ്ങായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ നമ്മുടെ വാർഡ്രോബിലെ തുണികൾ നല്ല സ്മെല്ലായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ തുണി നനയ്ക്കുന്ന സമയത്ത് കുറച്ചെടുത്തിട്ട് നമ്മുടെ തുണിയുടെ കൂടെ ഇട്ട് നനച്ചാലും തുണിക്ക് നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.